ബാക്കി ഇറങ്ങിയ ആ സൈത്തോ ഞാൻ നോക്കിയായിരുന്നു അവിടെ ആരാന്ന്. എന്താ പരിപാടി? കളിയാ? ആടാ ഒരാഴ്ചയായി തുടങ്ങിയിട്ട് വീട്ടിലെന്നെ ഇരുന്ന പ്രാന്ത് അടിക്കൂലേ. അല്ല ഈയപ്പത്തി 2 ആഴ്ച ആയടാ. ജസ്റ്റ് രക്ഷപ്പെട്ടാ. എന്നാ വാ കളിക്കാം. കളിക്കാലടാ. ഈ ഒന്ന് വാടോ. അതെ ആളായിട്ടോ ടീമുണ്ട്. ഞാൻ അന്ന് പോയിട്ട് പെട്ടെന്ന് വരാം. പെട്ടെന്ന് വരണമെന്നില്ല. അബ്ബ കളിക്കോ? പറഞ്ഞിട്ട് എറിയടാ. കൈ മടക്കാൻ എറിയിട്ടോ. ശരിക്കറി. ഇതിപ്പോ ഗൾഫിൽ നിന്ന് കൊറോണയും കൊണ്ടുള്ള വരവാണോ? അതിനൊക്കെയുള്ള പണി കൊടുത്തില്ലേ നമ്മളെ വ്യോമയാൻ. ഇനി ഒരുത്തനും ഇങ്ങോട്ട് വരാൻ പറ്റൂല. നമ്മളിവിടെ മര്യാദയ്ക്ക് ജീവിക്കുന്ന കണ്ടിട്ട് പ്രവാസിയൊക്കെ സഹിക്കണില്ല. എന്നാ അറിയുള്ളൂ. ഓരോരോ നാട്ടിൽക്കല്ലാണ്ട് പിന്നെ അങ്ങോട്ട് പോകാനാ. എങ്ങോട്ടാ പോയിക്കോട്ടെ, ഇങ്ങോട്ട് വരണ്ട. നിന്റെ മോഡലിംഗ് എങ്ങനെ പോണേ? ഇൻസ്റ്റയിൽ കാണലുണ്ട് ഞാൻ. നല്ല ബെസ്റ്റ് ടൈമായിരുന്നു. ഒക്കെ തൊലഞ്ഞില്ലേ? പോയി ഈ ചെക്കനോട് എപ്പോഴും പറയണത് ഓടി കളിക്കുമ്പോ നോക്കണം. തൊടണ്ട. അതിന്റെ നീരെടുക്കും അങ്ങനല്ല. ഓടിപ്പോയി നോക്കിയിട്ട് കാര്യം. ഇതൊക്കെ എന്ത് പകല് ചൂടും രാത്രി മഴയും. പിന്നെ ഒരു വീട് മാത്രമേ ഉള്ളൂ. ഞാൻ ആലോചിക്കണ എന്താ അറിയോ, നാട്ടുകാർ കാണും വലുപ്പത്തിലൊരു വീട് ബാക്കിലില്ലായിരുന്നെങ്കിലേ ഈ ലീക്ക് കാരണം നമ്മൾ കോംപ്ലക്സ് അടിച്ച് മരിച്ചേനെ. അല്ല ഖദീജ? അതെ, നിങ്ങളിപ്പോ തൽക്കാലം ആ പാത്രം എടുത്ത് മാറ്റി ഒരു വലിയ ബക്കറ്റ് എടുത്ത് വെക്കി പ്രാർത്ഥന ചൊല്ലിയോ. ആ ലൈറ്റ് ഓഫ് ആക്കിയാലേ ലൈറ്റ് ഓഫ് ആക്കുമ്പോൾ ഉറക്കം വരും. അല്ല, നെറ്റൊക്കെ ആകെ കീറി പറഞ്ഞു, മര്യാദ നോക്കാത്തോണ്ട്. അതാ പിന്നെ അമ്മേനെ വിരുന്ന് നിക്കണ. എവിടെ? അതാടാ. എവിടെ? ഹായ് മിന്നാമിനി. ഹലോ അമ്മ, നിങ്ങൾ ഉറങ്ങിയില്ലേ? ഇല്ലടാ, ആടെ തരത്തിട്ടോ? ഇവിടെ ഇല്ലമ്മ, കറണ്ട് പോയി. ആ ഇവിടെ ഇല്ല, നല്ല കാറ്റുണ്ട്. അല്ല അപ്പുറത്ത് ആ തെങ്ങ് വലിച്ചിട്ട് കമ്പി പൊട്ടിയതല്ലേ? ആ നിങ്ങള് എന്റെ മുറിയിൽ പോയി കിടന്നോളി. ആരങ്ങനെ പൊട്ടി വീകാനൊന്നും ഇല്ലല്ലോ. ഓരൊക്കെ ഉറങ്ങിയമ്മ, പിന്നെ വീഴാനുള്ളത് എവിടെയാണെങ്കിലും വീഴില്ല. നിങ്ങൾ കിടന്നോളി. എന്നാ അത്യാവശ്യം വരികയാണെങ്കിൽ ഞങ്ങൾ മാറിക്കിടന്നോളാം. ശരി. ഭാഗ്യത്തിന് വീടിന്റെ മുകളിലേക്ക് വീഴാഞ്ഞത്. കിണറ്റിന്റെ മുകളിലേക്ക് വീണ് എല്ലാരും ഇവിടെയുണ്ട്. നിങ്ങൾ എടുക്കുന്ന റൂമിന്റെ ഭാഗത്തുള്ളത്. ഇതെന്താപ്പത്? നിങ്ങളിങ്ങനെ കുന്തിച്ചിരിക്കല്ലേ? ഓൻ കുന്തിച്ചിരുന്നോട്ടെ, ഓന്റെ സ്ഥാനത്ത് ആരാണെങ്കിലും കുന്തിച്ചിരിക്കും. ഈ വീണ തെങ്ങ് അങ്ങട്ടാ വീണെന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതാലോചിക്കുമ്പോ ഞാനും കുന്തിച്ചിരുന്നു. ബഷീർക്ക, നിങ്ങൾ തേങ്ങ അടിക്കി, അല്ലെ വെള്ളം കറുത്തുപോവേ. ഒരുപാട് തേങ്ങയുണ്ടാവും തെങ്ങയിന്. ഇത് കണ്ട ഉമ്മച്ചിക്ക് സങ്കടമാവും. ഓ, അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. തെങ്ങ് ചതിക്കൂല എന്ന് വീമ്പിളൊക്കെ ആയിരിക്കുള്ള പണിയത്. എനിക്കറിയണേ തെങ്ങിന്റെ കഥ. കഥ എൻ്റെ ഉമ്മൻ്റെ പ്രാർത്ഥന, ആ കരുതൽ, അതൊന്നുകൊണ്ട് മാത്രമാണ് നമ്മളെല്ലാവരും ഇവിടെ ജീവിച്ചിരിക്കുന്നത്. അല്ലാത്ത അവസ്ഥയെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ സപ്പോർട്ട് എല്ലാം ഭാഗത്തൊന്നും ഉണ്ടാവില്ലേ? അതില്ലാന്നല്ല, ഞാൻ പക്ഷെ എൻ്റെ ഉമ്മൻ്റെ പ്രാർത്ഥനയിൽ മാത്രം വിശ്വസിക്കുന്ന ആളാണ്. അതാ എൻ്റെ കോൺഫിഡൻസ്. നല്ല കായുള്ള തെങ്ങയിന് കേടുകൊണ്ട് പൊട്ടിയതാ. ഗിരിയെ, തെങ്ങും തേങ്ങയൊക്കെയാണോ നമുക്ക് കാര്യം? അതൊക്കെ നമുക്ക് പിന്നെ ഉണ്ടാക്കിക്കൂടെ? കിണറ്റിലേക്ക് കുറച്ച് തേങ്ങ പോയിക്കുന്ന എനിക്ക് തോന്നുന്നു. തേങ്ങനേക്കാൾ കൂടുതൽ ഇളന്നിയാ. തെങ്ങായ വളം ചെയ്യണം, തേങ്ങ വലിച്ചിട്ടാൽ മാത്രം പോരാ.
തെറിച്ചു പോയ തേങ്ങയും ഇളനീരും കൊതുമ്പും ഒക്കെ വേറെ വേറെ വെക്കണം. ആസ്മാവി സൂറാവി വന്നാൽ കൊടുക്കാലോ. ആ പിന്നെ ആർക്കെന്താ വേണ്ട ചെഞ്ഞെടുത്തോ. ബാക്കിയെല്ലാം ഓരി വെച്ച് തടി സലാമത്താക്കാലോ. കരുതല എന്താ തുറച്ചു വെക്കുന്നത്? ഓതി വെക്കാണ്ട് എല്ലാം കൂടെ എനിക്ക് ഒന്നായിട്ട് വേണോ? ഈ തെങ്ങെങ്ങാനും ഈ വീടുമക്ക് വീണ് ഞങ്ങളെല്ലാരും മരിച്ച് മയ്യത്ത് കബറടക്കുമ്പോ നിങ്ങൾ ഈ തേങ്ങയും ഓല ഓതി വെക്കായിരിക്കും. എന്താണ്ട് പറയുന്നത്? ആർക്ക് വല്ല ഓർമ്മയുണ്ടോ ഈ പറയുന്നത്? അല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു ഈ അവസ്ഥയിൽ ഓതി വെക്കാൻ? നിങ്ങൾ എൻ്റെ ജീവൻ ഒരാളെന്നിൻ്റെ വില പോലും കാണുന്നില്ലേ? നിങ്ങൾക്ക് അത്രേ ഉള്ളൂ. എനിക്കറിയാം, പറയുമ്പോൾ തേനും പാലും ഒഴുക്കും, ഒന്നുള്ളൂ തട്ടിയിട്ടല്ല. ഓ പറയുന്നത് നോക്കി ഈ കണ്ണു ചോരില്ലാത്ത ഭർത്താനോ. അന്നെ തലയിൽ വെച്ച് നടന്നേനെ എനിക്ക് ഇത് തന്നെ കിട്ടണടാ. ആ 24 എന്നെ പ്രേമിച്ച് കെട്ടുമ്പോ മഹർ കൊടുക്കാനില്ലായിട്ട് എന്റെ കൈത്തൽ ചെയിൻ ഒരു അവന് ഞാൻ കൊടുത്ത് അതോൻ ഇതുവരെ വാങ്ങി തന്നിട്ടില്ല. എന്നിട്ടപ്പോ ഞാൻ അതിൻ്റെ കണക്ക് പറഞ്ഞോളി. ഈ എന്റെ സ്നേഹത്തിന്റെ കണക്ക് പറയുമ്പോ ഞാൻ ഇതും പറയും, എന്റെ അപ്പുറവും പറയും. ആ ഓളെ ഓർത്താ ഓള് നല്ലൊരു കുട്ടിയായി പോയി. മോരിന്റെ സ്വഭാവം എന്റെ കൂടെ ആരാണ്ട നിക്കുക. എന്താണ് ചിന്നമ്മേ നിങ്ങൾ ഈ പ്രായത്തെ മാനിക്കാതെ വയസ്സാം കാലത്ത് ഈ പറമ്പിലൂടെ ഒക്കെ നടക്കുന്നത്? ഈ കൊറോണ എന്നൊക്കെ പറയുന്ന അന്ധവിശ്വാസങ്ങളാണ്. ഏതോ കള്ളമരുന്ന് കമ്പനിക്കാരുടെ തട്ടിപ്പാണ്. ഈ സാധാരണ പനി പോലെ ഉള്ളു. ഈ ഡെങ്കിപ്പനി വന്ന് എത്ര എണ്ണം മരിക്കുന്നത്? ഇങ്ങ് പറിച്ചോണ്ട. എനിക്കും അങ്ങനെ വിശ്വസിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റണ്ടേ. അല്ല ബഷീർ ഖാനോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ ഈ സഞ്ചൊക്കെ ആയിട്ട് വന്ന് കൊണ്ടുപോണേ? നിങ്ങൾക്ക് മൂപ്പര സ്വഭാവം അറിയാലോ. ഓൻ്റെ സ്വഭാവം അറിഞ്ഞിട്ട് തന്നെയാണ് ഇവിടെ തന്നെ വന്ന് പറിക്കണത്. ഓന് ചില്ലറ നിയമങ്ങളൊക്കെ ഉണ്ട്. ഓനോട് ചോദിക്കാണ്ട് ഓൻ്റെ പറമ്പിൽ നിന്ന് ആരും ഒന്നും എടുക്കരുതെന്ന്. വേറെ ഒക്കെ ചോദിക്കാണ്ട് എടുക്കുന്ന സ്വഭാവമേ എനിക്കുള്ളു. അതിപ്പോൾ ആരുടെ ആണെങ്കിലും ചിന്നമ്മ എടുക്കും. ഇതാ അപ്പം ഈ മാങ്ങ ചോദിക്കാണ്ടാണോ പറിക്കണത്? ഞാൻ കേക്കുവേ. ഓൻ കച്ചറാക്കുവാണെങ്കിൽ ഈ എന്നോട് പറയേ. അല്ലെങ്കിൽ തന്നെ ഈ പറമ്പ് ബഷീറിൻ്റെ ആണെന്ന് എന്താ ഇത്ര ഉറപ്പ്? ഈ ആ മൺഭിറ്റ് കണ്ടോ? പണ്ടേതോ ക്ഷേത്രങ്ങളുടെയോ സർപ്പക്കാവിൻ്റെയോ ഒക്കെ പോക്കുവരവുള്ള മണ്ണായിരിക്കും. ഓനും ഓൻ്റെ വാപ്പാമാരും വാപ്പാൻ്റെ വാപ്പാമാരും ഒക്കെ വെട്ടിപ്പിടിച്ച മണ്ണാന്ന് ഞാൻ വാദിച്ച. അല്ലാതെ തെളിയിക്കാൻ ഓനെ കൊണ്ടാവോ? ആവോന്ന്? ബഷീർ ഖാൻ്റെ വല്യാപ്പ എന്ന് പറഞ്ഞാൽ ഇന്ത്യയും കൂടെ വല്യാപ്പല്ലേ? എളാപ്പ മൂത്താപ്പ മക്കളല്ലേ ഞങ്ങള്. ഞാൻ തമാശ പറഞ്ഞതാ. ഇങ്ങനത്തെ കളിയൊന്നും ആരോടും പറയാൻ നിൽക്കല്ലേ. കളി കാര്യമാവാൻ വലിയ പണിയൊന്നുമില്ല. ഞാൻ ആരോ വിളിക്കണം, ഞാൻ പോരാ. ഓ ടയറിൽ മുട്ടയാലോ മാറ്റിട്ട് പ്രത്യേകിച്ച് ഓടാനൊന്നുമില്ലല്ലോ. എന്നാ പിന്നെ ഊരി വെച്ചു. അടുത്ത ആള് സൈത്ത ആളെ വിളിച്ചു കൂട്ടാണല്ലോ. മാഷേട്ടാ ഒരു മിനിറ്റ്. നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. മതി മതി, ഇനി കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട. മുഖ്യന്റെ വാക്കിലെ കരുത്തുണ്ടല്ലോ, അത് മതി ആളുകൾക്ക് കോൺഫിഡൻസ് ആകാൻ. അതെ അതെ. നിപ്പയും വെള്ളപ്പൊക്കം പോലെ തന്നെ കോവിഡിനെ അതിജീവിച്ച് നമ്മൾ ലോകത്തിന് തന്നെ മാതൃകയാവും. നോക്കിക്കോ. പക്ഷേ ഗവൺമെൻറ് ഉഷാറാക്കിയിട്ട് എന്താ കാര്യം? ആ കാസർഗോഡ് റോഡ് ചെയ്തു, ഡൽഹിയിൽ തബ്ലീഗൊക്കെ കണ്ടില്ലേ? പിന്നെ കോവിഡൊക്കെ വെറും തട്ടിപ്പാന്ന് വിശ്വസിക്കുന്ന മറ്റേ ബഷീർ ഖാനെ പോലെ കുറേ ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. ആ വായിതേ, എന്താ വിശേഷം? നീ പോയാൽ പിന്നെ പള്ളി കമ്മിറ്റിയിലൊക്കെ ഭയങ്കര ക്ഷീണാട്ടോ. പള്ളിയിലെ കുബ്ബയുടെ നേരെ ചോപ്പക്കന്മാർ പച്ചയായി. പിന്നെ പാർട്ടി പ്രവർത്തനമൊക്കെ എങ്ങനെ പോണ്? ആ ബ്രാഞ്ച് സെക്രട്ടറി ആയുള്ള അവസ്ഥയൊക്കെ നിനക്കറിയാലോ. ഈ സൈറ്റിനെ അരിയനെയും പോലുള്ള നായന്മാരെയും പിന്നെ എന്നെപ്പോലുള്ളവരെയും ഇന്നെപ്പോലെ ഒരുത്ത ഇങ്ങനെ ഒരു കുടക്കീഴിൽ കൊണ്ടുപോകാന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ എന്നാലേ ചോക്ക്. പിന്നെ ഞാനിപ്പോൾ ചിന്തിക്കുന്ന ഈ ബാബുവേട്ടനെ പോലെ ഇതൊക്കെ വിട്ടിട്ട് പബ്ജിയോ വല്ല ടിക്ടോക്കോ കളിച്ച് നടന്നായിരുന്നു. അല്ല എങ്ങനെ പോന്ന്? ജോലിയൊക്കെ എങ്ങനെ പോന്ന്? ജോലി എന്താ, ബാംഗ്ലൂർ ദുബായ് സെയിൽസ് മീറ്റിംഗ്. ഇപ്പോൾ കോവിഡ് ആകെ പൂട്ടിട്ടില്ലേ? എന്താ അല്ലേ ബാബുട്ടാ. വാ ഡാ, നിങ്ങൾ കളിയെടുത്തും പറയണേ. ആ മാരിക്കുറ്റിനെ കൊണ്ടുപോകാനുള്ള പോലീസ് ഇത് വീട്ടിൽ വെച്ചാ പൊളിക്കും. ഇതിന് എത്രങ്ങാനും കോൾ വരാം. ആരുണ്ടായിട്ടും കാര്യമില്ല. ഈ കളി തുടങ്ങുമ്പോൾ ഞാൻ നോട്ടിട്ട് വെച്ചാ. ആ ഇതിവിടെ സേഫ് അല്ലേന്ന് ഉറപ്പ് വരുത്താനാണ് മുപ്പരോടെ വരുന്നത് തന്നെ. പോട്ടെ. ശരി.